ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പറ്റുന്നത് മാരുതി സുസുക്കി 800 5 സ്പീഡ് വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി കുറേ ദൂരം ഓടി കഴിയുമ്പോൾ വണ്ടി ഓഫ് ആവുന്നു. പിന്നീട് ഏകദേശം ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 8 കിലോ 10-നടുത്ത് ആ ഒരു കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്ക് വണ്ടി അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോവാണ്. ഇടിച്ചങ്ങ് ഓഫായി പോകുന്ന പോലെ, പമ്മി ഓഫായി പോകുന്ന പോലെ ഒക്കെ ഓഫായി പോകുന്നു. പിന്നീട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. പിന്നീട് വണ്ടി നമ്മൾ കുറച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതാണ് കസ്റ്റമർ കംപ്ലൈന്റ്. ചില സമയത്ത് നല്ല രീതിയിൽ കംപ്ലൈന്റ് കിട്ടുന്നുണ്ട്, ചില സമയത്ത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഓഫ് ആവുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഈ വണ്ടിക്ക് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂലിന്റെ റിട്ടേൺ ലൈൻ നോക്കുന്ന സമയത്ത് തീരെ പ്രഷർ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ ടാങ്ക്, അതുപോലെ തന്നെ ഫ്യൂൽ പമ്പ്, അതുപോലെ തന്നെ ഇതിന്റെ ഫിൽറ്ററും അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അവസ്ഥയും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇതിന്റെ ഫ്യൂൽ പമ്പ് വരുന്നത്, ഈ ഫ്യൂൽ പമ്പ് പ്രഷർ തീരെ കുറവാണ്. മീൻസ് ഇതിന്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്യൂൽ പമ്പിനും ഡാമേജ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഫ്യൂൽ പമ്പ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ കച്ചറയൊക്കെ, അതായത് ഈ കാണുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫ്യൂൽ പമ്പിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്യൂൽ ഫിൽറ്റർ നമുക്ക് കൂടെ മാറ്റി വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ടാങ്കിന്റെ അവസ്ഥയൊന്ന് നോക്കാം. നമ്മൾ ഈ ടാങ്കിൽ നോക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് അഴുക്കാണ് ഈ കാണുന്നത്. അതായത് മൺതരി പോലെ പൊടിഞ്ഞു കിടക്കുന്നത്, അതായത് ടാങ്ക് തുരുമ്പ് പിടിച്ച് മൺതരി പോലെ തുരുമ്പ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി കുറച്ചു ദൂരം ഓടി കഴിയുമ്പോഴത്തേക്ക് ഈ ഫ്യൂൽ ഫിൽറ്ററിനകത്തോട്ട് ഈ തുരുമ്പും കാര്യങ്ങളൊക്കെ കയറും. അതായത് ഫ്യൂൽ ഫിൽറ്ററിനകത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ അടുക്കി കുറെ നേരം ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ മൺതരിയും അതിന്റെ തുരുമ്പും കാര്യങ്ങളും എല്ലാം കയറി ഈ ഫിൽറ്ററിനകത്ത് അടയും. കുറച്ച് അകത്തൂടെ കയറി പോകും, കുറച്ച് ഫ്യൂൽ ഫിൽറ്ററിനകത്തോട്ടും വരും. അങ്ങനെയാണ് ഈ ഫ്യൂൽ ഫിൽറ്ററും ബ്ലോക്ക് ആവുന്നത്. അങ്ങനെ ഈ ഫ്യൂൽ പമ്പ് തീരെ പെട്രോൾ എടുക്കാത്ത ഒരു അവസ്ഥ കാണും. ആ സമയത്ത് നമ്മൾ റിട്ടേൺ ലൈൻ നോക്കുന്ന സമയത്ത് റിട്ടേണിനകത്ത് പ്രഷർ തീരെ കുറവായിരിക്കും വരുന്നത്. ചിലപ്പോൾ ഇറ്റിറ്റ് വീഴുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഈ ഫ്യൂൽ ഫിൽറ്റർ നോക്കിയാൽ ഇതിനകത്ത് ഫുള്ളായിട്ട് മൺതരിയും കാര്യങ്ങളും ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ വണ്ടിയുടെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കരിയും അതുപോലെ തന്നെ ഈ തുരുമ്പും കയറിക്കും. ചരിച്ച് ചെറുതായിട്ട് ഫുള്ള് ചരിച്ച് നോക്കിച്ചേ. ഈ മൺതരിയാണ്, അതായത് ഇതിന്റെ ടാങ്കിന്റെ തുരുമ്പാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ സൈഡിലും കാര്യങ്ങളെല്ലാം ഇതിനകത്തോട്ടൊക്കെ നോക്കിയാൽ ഇതിനകത്തൊക്കെ തുരുമ്പും കാര്യങ്ങളും കിടപ്പുണ്ട്. അപ്പൊ ടാങ്ക് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു ദൂരം ഓടി കഴിയുമ്പോൾ വണ്ടി ഓഫ് ആവുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ടാങ്ക് ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ ഫ്യൂൽ പമ്പ് മാറ്റണം. ഫ്യൂൽ പമ്പ് വിത്ത് ഫിൽറ്റർ ആണ് മാറ്റേണ്ടത്. ഫ്യൂൽ പമ്പ് മാത്രം മാറ്റിയിട്ട് കാര്യമില്ല, ഇത് രണ്ടുകൂടെ മാറ്റണം. അതുപോലെ തന്നെ ഇതിന്റെ ഫിൽറ്ററും മാറ്റണം. അതായത് പമ്പിന്റെ കൂടെയുള്ള ഫിൽറ്ററും മാറണം, അല്ലാത്ത മെയിൻ ഫിൽറ്റർ നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ വണ്ടിയുടെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു ദൂരം ഓടി കഴിയുമ്പോൾ ഓഫ് ആവുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അപ്പൊ നമ്മൾ ടാങ്ക് അയച്ച് നോക്കാം, ഫുള്ളായിട്ട് അതിനകത്ത് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്യൂൽ ഫിൽറ്റർ, അതായത് പമ്പിൽ വരുന്ന ഫിൽറ്റർ ബ്ലോക്ക്, അതുപോലെ തന്നെ പമ്പിന്റെ പ്രഷറിന് ലോ ഉണ്ട്. അതായത് ഈ തുരുമ്പ് കയറിയിട്ടാണ് പമ്പിന്റെ പ്രഷർ ലോ വരുന്നത്. അതായത് MPV വണ്ടികളിൽ എപ്പോഴും ഒരു 4-5 ലിറ്റർ കീപ്പ് ചെയ്ത് ഓടിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്യൂൽ പമ്പ് ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്യൂൽ ഫിൽറ്റർ നമുക്ക് മാറ്റണം. അതായത് വണ്ടി കുറച്ചു ദൂരം ഓടി കഴിയുമ്പോഴത്തേക്ക് പമ്പ് നല്ലപോലെ വലിക്കുന്ന സമയത്ത് ഈ മൺതരി മൊത്തം കൂടെ വലിച്ച് ഫിൽറ്ററിനകത്തോട്ട് കയറ്റും. ഫിൽറ്റർ അങ്ങനെ ബ്ലോക്ക് ആയിട്ട് നിൽക്കും. കുറെ നേരം വണ്ടി നമ്മൾ ഓഫ് ചെയ്തിടുന്ന സമയത്ത് ഈ പ്രഷർ റിലീസ് ആവുന്ന സമയത്ത് ഈ മൺതരി എല്ലാം കൂടെ പിന്നെയും ടാങ്കിനകത്തോട്ട് പോകും. പിന്നെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നല്ല പ്രഷറിൽ ഫ്യൂൽ പമ്പ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഈ മൺതരിയും അതിന്റെ തുരുമ്പും കാര്യങ്ങളും എല്ലാം കൂടെ പിന്നെയും ഫിൽറ്ററിനകത്ത് പോയി അടയും. കാരണം പമ്പ് ഇങ്ങനെ നല്ല രീതിയിൽ പ്രഷർ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തരിയും തുരുമ്പും എല്ലാം കൂടെ പോയിരുന്ന് അടയുന്ന സമയത്ത് ഫ്യൂല് നല്ലതുപോലെ കയറാതെ വരും. അങ്ങനെ വണ്ടി ഓഫ് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്യൂൽ ഫിൽറ്റർ നോക്കണം, അതുപോലെ തന്നെ ഫ്യൂൽ പമ്പ്, അതുപോലെ തന്നെ ഫ്യൂൽ പമ്പിൽ വരുന്ന ഫിൽറ്റർ ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ വണ്ടി ഇടയ്ക്ക് ഓഫ് ആവുന്ന ഒരു കംപ്ലൈന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.